ടൗണിലൊക്കെ പോകുമ്പോൾ ഉപ്പളയിലൊക്കെ പോകുമ്പോൾ ചൂടൊന്നും പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവരിങ്ങനെ പർച്ചേഴ്സില കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാഹു അലം. അവിടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അപ്പൊ ചൂടൊന്നുമില്ല, അപ്പൊ കഷ്ടപ്പാടും പ്രയാസമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, തുണിയൊക്കെ എടുത്തോ നല്ലതാ, പക്ഷെ ആ കടയിൽ നിൽക്കേണ്ട ചങ്ങാതി അവർ പാവപ്പെട്ടവനാണെന്നുള്ള കരുണയെങ്കിലും നിങ്ങൾ കാണിക്കണം. ആ പാവപ്പെട്ടവനൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇവർ കൊടുക്കാറില്ല. ഇവരങ്ങോട്ട് പോകും, കതടക്ക് എല്ലാം കൂടെ വാരി വലിച്ച് തറയിലിടും. എന്നിട്ട് നീ തലയും ചൊറിഞ്ഞിട്ട് പതുക്കെ അടുത്ത കട തേടി അങ്ങ് പോകും. ഈ വലിച്ചിട്ടത് മുഴുവനും ആ പാവപ്പെട്ടവനെ മടക്കി വെക്കേണ്ടതെന്നുള്ള ചിന്തയെങ്കിലും നിനക്കൊക്കെ ഉണ്ടാകണം. ആ പാവപ്പെട്ടവൻ നീ ഇറങ്ങി പോകുമ്പോ അവൻ മനസ്സറിഞ്ഞ് നിന്നെ പ്രാവും. നീ ഏതെങ്കിലും എടുത്തില്ലെങ്കിൽ എടുത്തില്ല. ഈ വാരികിട്ട തുണി മുഴുവനും എന്നോടൊരു ചെറുപ്പക്കാരൻ സങ്കടം പറഞ്ഞ ഉസ്താദെ ഒന്ന് പറയണം, നിങ്ങൾ നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങള് എന്തൊരു കരുണയില്ലാത്തവരായി പോകുന്നു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹു നിന്നോട് കരുണ കാണിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരോട് പോലും നമ്മൾ കാണിക്കുന്ന അക്രമമാണത്. നിനക്ക് വേണ്ടതെടുത്താ പോരെ, ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ആ പാവത്തിന്റെ മനസ്സൊന്ന് എന്ത് ചോദിക്കേ. ഇവരടുത്ത കടയിലേക്ക് ഇറങ്ങി പോകും. ആ ചങ്ങാതി നോമ്പുകാരനാണെന്നുള്ള ബോധം പോലും ഇത് നിങ്ങൾക്കില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, റമദാനിന്റെ ഒന്നാമത്തെ 10 പർച്ചേഴ്സിന്റെ 10, രണ്ടാമത്തെ 10 വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കൂ, ഇത് ചേരത്തില്ല, തിരിച്ചു കൊണ്ടു കൊടുക്കാൻ പോകും വീണ്ടും കടയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ തയ്ക്കലിന്റെ 10 പെരുന്നാളാകുമ്പോ പിന്നെ ഇടുക. അതാണ് ഇന്നത്തെ റമദാനൊക്കെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ അറപ്പ് തോന്നുകയാ, വെറുപ്പ് തോന്നുകയാ, മറ്റുള്ളവർക്ക് പോലും വിദ്വേഷം തോന്നുകയാ. അതിന്റെ കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവർത്തനവുമാണ്. എന്തൊരഹങ്കാരമെന്നറിയുമോ, എന്തൊരു ധിക്കാരമെന്നറിയുമോ. പണക്കൊഴുപ്പ് കാണിക്കുകയാണ്. അള്ളാനെ മറന്നുകൊണ്ട് അമുസ്ലിമീങ്ങൾ പോലും കാണിക്കുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവര് പോലും അല്ലാഹുവേ പടച്ചവനെ ഭയന്ന് ജീവിക്കുമ്പോ നമ്മുടെ സമുദായം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, പരിധികൾ കഴിഞ്ഞു പോയടോ. ഇന്ന് അല്ലാഹുവിൽ വിശ്വാസമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ പുച്ഛിക്കുകയാണ്, നിയമങ്ങളെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ ഉമ്മത്തിന്റെ പോക്കെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ എന്തേ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് കഞ്ചാവും മയക്കുമരുന്ന് മടിച്ച് അല്ലാഹുവേ പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരോട്, മക്കളെ ഇതെന്ത് ജീവിതമാ മക്കള്? എങ്ങനാ മോളെ അല്ലാഹനെ പരിഹസിക്കുന്നത്? നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ല, സ്വർഗത്തെ നീ കളിയാക്കുകയാണോ? മോളെ നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസം വരുന്ന ഒരു ദിവസമുണ്ട് പെണ്ണ്. കാണണോ ചെറുപ്പക്കാരാ? നരകം നിനക്ക് കാണണോ? എന്നാ കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, നിന്റെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു നരകത്തെ കൊണ്ടുവരും പെണ്ണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരും. അന്ന് നിനക്ക് നരകത്തിന്റെ വലുപ്പമറിയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ ഞാനും നിങ്ങളും പള്ളിയിൽ നിന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ച് മുടുതുടിയില്ലാതെ യാ വൈലതാ യാ ഹസറതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് ജിബ്രീൽ പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തെ അങ്ങ് കെട്ടുകയാ മോനെ. നരകത്തെ അങ്ങ് കെട്ടുമടാ മോനെ. ആ ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പമറിയുമോ?
ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ ദുനിയാവിനെക്കാളും വലുതാ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള ഒരു കൊളുത്ത്. ആ കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് 70,000 മലക്കുകൾ ഒരു ചങ്ങലയിൽ പിടിച്ചിട്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ തലതാത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഉളുവാറിന്റെ മണ്ണിലൂടെ പരിഹസിച്ച് നടന്ന പെണ്ണ്, നിന്റെ അവസ്ഥ അല്ലാഹു പറയുകയാ. എടാ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ കണ്ടുപടച്ചവനെ, നരകം കണ്ടുപടച്ചവനെ, നരകത്തിന്റെ വലുപ്പം കണ്ടുപടച്ചവനെ, അല്ലാഹുവേ നരകത്തിന്റെ അട്ടഹാസം കേട്ട് തമ്പുരാന് ആ നരകം കടന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ. അതുകൊണ്ട് ഫർജനാ, എനിക്കൊരവസരം തരണേ അല്ലാ, എനിക്കൊരവസരം തരണേ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് കരയുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കോ, അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് വരുന്നത് ഭയാനകമായ ഭവിഷ്യത്താണ്, വലിയ വലിയ അദാബുകൾ നിന്നെ തേടി വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് പറയും, ഉസ്താദേ നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ അടിച്ചു പൊളിക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആ സ്വഹാബത്തിന്റെ ചരിത്രമെടുത്ത് വായിക്ക ചെറുപ്പക്കാരാ. ബദർ ദിനം കഴിഞ്ഞല്ലോ, 20 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്ന് നിനക്കറിയുമോ? എല്ലാം ചെറുപ്പക്കാരാ. മോനെ നിന്റെ പ്രായമേ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തത് 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരുപാട് സ്വഹാബാക്കളാണ് ബദറിൽ പങ്കെടുത്തത്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്ന് പറയുകയാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്ത കൗമാരക്കാരെന്നറിയുമോ? മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ്, എന്നിട്ടോ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാര് എല്ലാവരും 20 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരാ. അവരൊക്കെ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തവരാ. അത് മാത്രമല്ല, മഹാനായ സഹാബി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പടച്ചവനെ അതാ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ, 16 വയസ്സുള്ള ഒരു പൊന്നുമോൻ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോവുകയാ. ആരും കാണാതെ ഒളിച്ചു പോവുകയാണ്. സഹോദരൻ ചോദിക്കുന്നു മിസ്അബിനോട് ചോദിച്ചു, ഉമൈറിനോട് ചോദിച്ചു, എന്തിനാടാ പതുങ്ങി നടക്കുന്നത്, ഒളിച്ചും പാത്തും നടക്കുന്നത്? ഉമൈറിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വന്തം ഇക്കയോടാണ് പറയുന്നത്, നബിതങ്ങളെ കണ്ട ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു പറഞ്ഞു വിടും, യുദ്ധത്തിന് സമ്മതിക്കൂല. ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠനോട് പറയുകയാണ്, നബിതങ്ങൾ എന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് റസൂലുള്ള കാണാതെ ഒളിഞ്ഞു നടക്കുകയാ, മുത്തുനബി കാണാതെ ഒളിഞ്ഞു നടക്കുകയാ. ആ 16 വയസ്സുകാരൻ അവസാനം നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ പയ്യനാണ്, നീ വിദ്യാർത്ഥിയാണ്, 16 വയസ്സേ ഉള്ളൂ, നീ യുദ്ധത്തിന് വരണ്ട. നബിതങ്ങളുടെ കാല് പിടിച്ചിട്ട് കരഞ്ഞടാ ചെറുപ്പക്കാരാ. സ്വന്തം ബാപ്പയത്തെല്ലാം കൈപൊക്കുന്ന യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട യുവത്വം അറിയേണ്ട കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ 16 വയസ്സുകാരൻ മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് കരയുകയാ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ,
എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ. മുത്തുനബിയുടെ കൈപിടിച്ച് കരയുകയാണ്. അവസാനം അവന്റെ സങ്കടം കണ്ടിട്ട് നബി തങ്ങൾ അവിടുന്ന് സമ്മതം കൊടുത്തു. അതാ ജ്യേഷ്ഠം പറയുകയാണ്, അനുജന്റെ വാള് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അവന്റെ പരിച കെട്ടിക്കൊടുത്തത് ഞാൻ തന്നെയാണ്. എന്റെ സഹോദരൻ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായെന്ന് പറയുമ്പോ ഇന്നത്തെ 16 വയസ്സുകാരന്റെ കാര്യം പറയാനില്ലടോ. എന്തിനാ ചെറിയ മക്കളുണ്ടല്ലോ, 10 വയസ്സുള്ള 12 വയസ്സുള്ള നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് പോകുമ്പോ മുഅവ്വദും മുഅദാ 2 കുട്ടികള് അവിടുന്ന് ചരിത്രം പറയുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് കടന്നു ചെല്ലുമ്പോ അതാ തന്റെ മറുഭാഗത്ത് ഇടതും വലതും 2 മക്കളാണ്. പടച്ചവനെ, ആരൊക്കെയാണെന്നറിയുമോ? മുആദും മുഅവ്വദും എന്ന് പറയുന്ന 2 ചെറിയ വിദ്യാർത്ഥികൾ, 2 കുട്ടികളാണ് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ പോകുമ്പോ എന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കുന്ന 2 കൊച്ചു മക്കളാ, മുഅവ്വദും മുആബിദും, 2 ചെറിയ വിദ്യാർത്ഥികൾ. ഇപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു പോയി, അല്ലാ, യോദ്ധാക്കളും അല്ല ആയിരുന്നെങ്കിൽ യുദ്ധത്തിന് പോയല്ലേ, ഈ 2 കുട്ടികളുടെ ഞാൻ എങ്ങനെ പോകാനാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, പടച്ചവനെ, ഞാൻ ആഗ്രഹിച്ചു പോയി, വല്ല യോദ്ധാക്കളും ആയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അപ്പൊ ഈ കുട്ടികള്, ആ സഹാബി പറയാ, ഈ വലതും ഇടതും നിൽക്കുന്ന മക്കള് മഹാനവറുകളോട് ചോദിക്കുകയാണ്. മഹാനവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ കുട്ടികൾ ചോദിക്കുന്നു, യാ അമ്മി, നമ്മള് മാമാ മാമാന്ന് വിളിക്കൂലേ, ഏ മാമാ, ഏ മാമാന്ന് വിളിക്കണത് പോലെ ഈ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, യാ അമ്മി. അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഏ മാമാ, ഈ അബൂജഹൽ ആരാണെന്നൊന്ന് കാണിച്ചു തരുമോ? ആ കുട്ടികൾ ചോദിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ട, യാ അമ്മ ഹൽ തഅരിഫു അബാ ജഹൽ, അബൂജഹൽ ആരാ? അപ്പൊ മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അറിയോന്ന്, അബൂജഹലിനെ അറിയോന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം. വമാ ഹാജത്ത്, നിങ്ങൾ എന്തിനാ അബൂജഹലിനെ തിരക്കണേ? ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മക്കളെ അബൂജഹലിനെ തിരയണേ? അപ്പൊ അവർ കുട്ടി പറയാ, അവൻ നബിതങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ തിരയുന്നേ. ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ, അവൻ പറയാ, ആ ചെറിയ മക്കള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയാ, എന്റെ കയ്യിൽ കിട്ടിയ ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ ചെറിയ കുട്ടി പറയാ, അബൂജഹലിനെ എന്റെ കയ്യിൽ കിട്ടിയ ഒന്നീ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഞങ്ങൾ 2 പേരിൽ ഒരാളെ ഉണ്ടാവും. ഇപ്പുറത്ത് നിൽക്കുന്നവൻ വിളിക്കുന്നു, മാമാ മാമാ, എനിക്കൊന്ന് കാണിച്ചാ മാമ ആരാ? ഓ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയെന്ന്. ആ കുട്ടികളുടെ ആ ഒരു ധൈര്യത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. സഹാബി കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് അവനാ, ആ വരുന്നവൻ കാണിച്ചു കൊടുത്തു. ആ കൊച്ചു കുട്ടികളാണ് അവനെ കൊന്നുകളഞ്ഞത്. ഇന്നത്തെ മക്കൾ മൊബൈലിന് വേണ്ടി. ഇന്നത്തെ കുട്ടികളുടെ ജീവിതം എന്താ? ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പൊ താമരശ്ശേരിയിൽ ഒരുത്തൻ ഉമ്മായെ വെട്ടിക്കൊന്നു, എന്റെ വീടിന്റെ പരിസരത്ത് ആ ഒരുത്ത 5 എണ്ണത്തിനെ കൊന്നുകളഞ്ഞേ. ഇതൊക്കെ വായിക്കുമ്പോ നമ്മൾ പറയും, കഞ്ചാവാ കഞ്ചാവാ കഞ്ചാവാ, പോട്ടെ, കഞ്ചാവാ മയക്കുമരുന്നാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോൻ നിന്റെ അടുത്ത് ചൂടാവുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിന്റെ മോൻ എത്ര വയസ്സുണ്ട് നിനക്കറിയാലോ, അവൻ നിന്റെ അടുത്ത് ചൂടാകുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ, അല്ലെങ്കിൽ മയക്കുമരുന്ന് വലിച്ചിട്ടാ, MDMA വലിച്ചിട്ടാ? അല്ല. നീ എത്ര ഉപദേശിച്ചു നോക്കി നിന്റെ മോനെ, നന്നാവടാ നന്നാവടാ. ഇപ്പൊ ഈ സദസ്സി 2 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗം, ഉസ്താദെ, എന്റെ മക്കൾ എന്തേ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ, എത്ര ഉപദേശിച്ചു, എന്തൊക്കെ ചെയ്തു, നന്നാകുന്നില്ല ഉസ്താദ്, എത്ര വഴുത് കേട്ടു, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ വിഭാഗം, മക്കളിരുന്ന് കരയുന്നു, എന്റെ വാപ്പ എന്താ അല്ലാ ഇത്രയും പ്രായമായിട്ട് നന്നാകാത്തെ. മക്കളുടെ വാപ്പയുടെ സങ്കടം എന്താ? എന്റെ മോൻ എന്തേ പടച്ചവനെ ഇങ്ങനെ ആയിപ്പോയത്, നന്നാകുന്നില്ലല്ലോ. മോന്റെ സങ്കടം എന്താ? ഇയാൾക്ക് പ്രായമായി മുടിയൊക്കെ നരച്ചിട്ട് എന്റെ ഉപ്പ ഇപ്പോഴും ഇങ്ങനെ നടക്ക, നന്നാകുന്നില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? വയലില്ലാഞ്ഞിട്ട, ഉപദേശങ്ങളില്ലാഞ്ഞിട്ട? നിനക്ക് മദ്രസയും മത്തീങ്കാനയും എന്തൊക്കെ ഉണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോണില്ല. ഉപദേശം ഇല്ലാത്തതുകൊണ്ടാണ് നന്നാകാത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കട്ടെ നമ്മളാ. നമ്മളെപ്പോലെ ഉപദേശം കേൾക്കുന്ന ഒരാള് ലോകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ താത്താന്മാരെ പോലെ വഴുത് വെക്കണ ആരെങ്കിലും ലോകത്തുണ്ടോ? എല്ലാത്തിന്റെ മൊബൈല് നിറയെ വഴല. രാവിലെ 4 മണിക്ക് തുടങ്ങും, അങ്ങനെ തുടങ്ങിയ രാത്രി 12 മണി വരെയൊക്കെ. നമ്മുടെയൊക്കെ വഴുത് ഇരുമ്പോൾ 1 മണിയാ ഇല്ലെത്തി. നമുക്കൊക്കെ 3 നമ്മുടെയൊക്കെ വഴുത് ഓൻ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ വഴുത് നിർത്തണമെന്ന് ആകെ ആഗ്രഹിക്കണ ഓൻ മാത്രമേ ഉള്ളൂ. മൈക്കസെറ്റുകാരൻ മാത്രം. കാരണം എന്താ? ഓന്റെ ജനറേറ്ററിനകത്ത് ഡീസൽ തീർന്നുകൊണ്ടിരിക്കുക, ഓനുറങ്ങണ്ടേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണത് ഈ പെണ്ണുങ്ങളാണ്. എന്നാൽ ഇവരുടെയൊക്കെ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹു അഅലം. പടച്ചോൻ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്തേ നന്നാകാത്തത്? എന്നാ വഴുതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വഴുതെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാള് വരെയുള്ള ആൾക്കാർ മുഴുവനും ഈ പെണ്ണിനെ കണ്ടുപിടിക്കാനാ പറഞ്ഞേ. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ള പറയാ, ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾ ഓളെ കണ്ടുപിടിക്കണം. ആ ഓള ആരാ? ഏതെങ്കിലും നബിയുടെ ഉമ്മ ആണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയാണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ മകളാണോ? അല്ല. നിന്നെ പോലെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മോള്. വലിയ കുടുംബമൊന്നുമില്ല, പ്രവാചക കുടുംബമൊന്നുമല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അള്ള പറയുന്നു, ഖിയാമത്ത് നാള് വരെയുള്ളവർ ഓളെ കണ്ടുപിടിക്കാൻ. ആ ഓള ആരാ? ജീവിതത്തിൽ ഒറ്റ വഴുതേ കേട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണമേ ആ പെണ്ണ് കേട്ടിട്ടുള്ളൂ. അതാണ് പ്രഭാഷണം. ജീവിതത്തിൽ ഒറ്റ പ്രസംഗം കേട്ട പെണ്ണിനെ കാണിച്ചിട്ട് അള്ള പറഞ്ഞ് ഇങ്ങനെ ആകണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണാരാ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അതാ പെണ്ണ് ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? നിങ്ങൾ എന്തെങ്കിലും ആരുടെ ഭാര്യ? ആസിയ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. ഹാജിയാരുടെ ഭാര്യയാണോ? തങ്ങളുടെ ഭാര്യയാണോ? ഉസ്താദിന്റെ ഭാര്യയാണോ? അല്ല വാപ്പ, സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ബീവിയെ പോലെ ആകാനാ അള്ള പറയുന്നേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണ് കേട്ട വഴുത് സിറാജ് ഉസ്താദിന്റെ ആയിരുന്നില്ല. അതാ പ്രത്യേകത. ആ പെണ്ണ് കേട്ട വഴുത് ആരുടേതാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഫിർഔനിനോട് വഴുത് പറയുന്നത് കേട്ട മഹദിയാണ് ആസിയ. അതാണ് വഴുത്. പ്രവാസനം കേട്ടാൽ അത് ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ഉസ്താദ് നിങ്ങളുടെ വഴുത് കേട്ടിട്ട് ഞങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നാര കാക്കാമാരെ, നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നേ. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാരൊരു ആമീൻ പറയടോ. നിങ്ങൾ നോമ്പുകാരാ, 40 പേരിൽ കൂടുതലുണ്ട്. ആരുടെ എങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? ഞാൻ നിർത്തുകയാണ്. നിർത്താറായോപ്പാ? സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. എങ്ങനെ നിങ്ങളുടെ ബേജാറ് കാണുമ്പോൾ എനിക്ക് ബേജാറ്. ഉസ്താദ് ബക്കറ്റും എടുത്തില്ല, ഒന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലത്തീഫ് എന്നെ കാണുമ്പോൾ വിഷമോ. ഉസ്താദ് ഇങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും തടി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 10-15 കിലോ കുറഞ്ഞിപ്പോൾ. അത് സമയമുണ്ടോ അപ്പോഴൊക്കെ? ശരി, അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നോമ്പ് പിടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഡോക്ടർ എന്നെ പറയുക, നിങ്ങൾ എന്ത് മനുഷ്യനാ, നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നോമ്പ് ഓനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സുഖമില്ല നോമ്പ് പിടിക്കണ്ട, ആരോഗ്യമില്ല നോമ്പ് പിടിക്കണ്ട എന്ന് അവർ പറയും. പക്ഷെ നോമ്പ് നഷ്ടപ്പെട്ടാലുള്ള സങ്കടം എന്താണെന്ന് അവനല്ലേ അറിയുന്നവനല്ലേ അറിയൂ. ഡോക്ടർക്ക് അതറിയില്ലല്ലോ. ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ പിടിക്കണ്ട പിടിക്കണ്ട പിടിക്കണ്ടെന്ന്. അവർക്കങ്ങനെ പറയാടോ. പക്ഷെ ഒരു റമദാനിലെ ഒരു നോമ്പിന് പകരം സത്യം പറഞ്ഞ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാലും അതിന് പകരമാവില്ല. അതാ റമദാൻ. സത്യം പറഞ്ഞാൽ റമദാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ലടോ, ജീവിതകാലം മുഴുവനും പിടിച്ചാലും അത് പകരമാകില്ല. ഞങ്ങളൊക്കെ പറയാറുണ്ട്, നോമ്പ് പിടിക്കുന്നവന് റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, അല്ലെങ്കിൽ സ്വർഗം ഉണ്ടെന്നൊക്കെ പറയും. സത്യത്തിൽ അതൊന്നുമല്ല പ്രതിഫലം. ഒരു നോമ്പുകാരൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അള്ളാഹിനെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? എത്ര ഉപദേശം കേട്ടിട്ടും നന്നാകാത്തത് എന്താണ്? അതിന്റെ കാരണം അറിയണോ? വാപ്പാ, നിനക്ക് നന്നാകാൻ പറ്റാത്തത്, ഉമ്മ, നിനക്ക് പ്രായമായിട്ടും നിന്റെ ജീവിതത്തിൽ നോമ്പ് പിടിക്കണം, നിസ്കരിക്കണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം എന്ന് നിനക്ക് തോന്നാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. 18കാരൻ 20കാരൻ കഞ്ചാവടിക്കുന്നു, വീട്ടിൽ വന്ന് ഉമ്മയെ തല്ലുന്നോ, വാപ്പയെ ചീത്ത പിടിക്കുന്നു. എന്തേ എന്റെ പൊന്നുമകൻ നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തതിന് റബ്ബ് കൊടുത്ത ശിക്ഷയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നാൽ, ആ ഖുർആനിനെ അവഗണിച്ചാൽ, അതിനെ പരിഹസിച്ചാൽ, അതിനെ നിസാരമാക്കിയാൽ അല്ലാഹു തരുന്ന ശിക്ഷയാ പെങ്ങള്. റമളാൻ ഇന്ന് 22ഓ 23ഓ നോമ്പായല്ലോ. പടച്ചവനെ, ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ നമ്മുടെ ഇമാമാണല്ലോ. ഇമാം ശാഫി തങ്ങൾ ഇമാമാണല്ലോ, നിങ്ങൾ ശാഫികളാണല്ലോ. പടച്ചവനെ, നിങ്ങളുടെ ഇമാം റമളാൻ മാസത്തിൽ 60 ഖത്തമോദി, 60 ഖത്തമോദിയ മഹാനാണ്. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ഒരു രാത്രിയിൽ 2 റക്അത്തിൽ ഖത്തമോദി തീർക്കുമായിരുന്നു. പടച്ചവനെ, ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ റമളാനിൽ ഒരുപാട് ഖത്തമോദി തീർത്തവരാണ്. പടച്ചവനെ, ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, 60 ഖത്തം വേണ്ട, 6 ഖത്തം വേണ്ട, 1 ഖത്തം വേണ്ട, 6 പേജെങ്കിലും ഓതിയോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു 6 പേജ് ഇത്രയും ദിവസമായില്ലേ പെങ്ങള് പാരായണം ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് ഖത്തം തീർക്കുമായിരുന്നു റമളാനിൽ. നബി തങ്ങളെ ഹാഫിളാണ്, മുത്തുനബി ഹാഫിളാണ്. മുത്തുനബി റമളാനിൽ ഖത്തം തീർക്കുമായിരുന്നു. ആരാ തീർത്തവരാരാ? സമയമില്ലടോ, നമുക്ക് ഖുർആനിനോടുള്ള നമ്മുടെ പെരുമാറ്റം അങ്ങനെയാണ്. ആരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ, വഇന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ ഇന്ന് നിങ്ങൾ കാണാറില്ലേ, ഉളുവാറിലൂടെ ചില ചെറുപ്പക്കാര് അബൂബക്കർ എന്ന്, ഉമർ എന്ന്, ഉസ്മാൻ എന്ന്, മിസ്അബ് എന്ന്, മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് അവൻ കാണിക്കുന്ന വൃത്തികേടുകൾ കാണുമ്പോ ഇവൻ മരിക്കുമെന്ന് ചിന്തയില്ലേ, ഖബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ, ഇവൻ മുസ്ലിമീങ്ങളെ നാണം കെടുത്തുകയല്ലേ, ഇവൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന് തോന്നുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പൊന്നാര സഹോദരാ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറൂല, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. നീ അവനെ നന്നാക്കാൻ നോക്കണ്ട, ഒരിക്കലും അവൻ നന്നാകില്ല. പെങ്ങളെ പറയുകയാണ്, എത്ര ഉപദേശിച്ചാലും ചിലരും നന്നാകില്ലടോ. നന്നാകാത്തതിന്റെ കാരണം എന്താ? വൈദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഖുർആൻ. ചിലര് മുഹമ്മദ് എന്ന് പേരിട്ടിട്ട്, സിറാജ് എന്ന് പേരിട്ടിട്ട് കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഇവന് ഖബറുണ്ടെന്നോ മരണമുണ്ടെന്നോ പരലോകമുണ്ടെന്നോ, ഇവൻ എന്തല്ല ഇങ്ങനെ ആയിപ്പോയെ, ഓനെ ഉപദേശിക്കണ്ട, നന്നാവൂല. പെങ്ങളെ, അള്ളാഹു എഴുതി തെള്ളിയ ചില ആൾക്കാരുണ്ട്. അല്ല പറയുകയാ, എത്ര ഉപദേശിച്ചാലും കേൾക്കത്തില്ല, ചെവി അടച്ചു കളഞ്ഞു അല്ലാഹ്. നീ എത്ര ഉപദേശിച്ചാലും നിന്റെ മക്കള് കേൾക്കത്തില്ല. കാരണം എന്തേ? അവരുടെ ചെവി അള്ളാഹു അടച്ചു. നീ നെഞ്ചു പൊട്ടിക്കരഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങത്തില്ല. അല്ല സീല് വെച്ചു. അതാ ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണിന്റെ കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞാലും ഓളിച്ചിരിച്ചോണ്ട് പോകും. മനസ്സിലാക്കേണ്ടത് അവിടെയാ. ഉമ്മയും വാപ്പ എത്ര കരഞ്ഞേ, ചെവി അള്ളാഹു അടച്ചു. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും. അല്ല പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. ഉസ്താമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പോയി ഖുർആൻ എടുത്ത് നോക്ക്.
അവരുടെ ചെവി അള്ളാഹു അടച്ചു വെച്ചു, അവരുടെ ഹൃദയം അള്ളാഹു സീല് വെച്ചു. ഇനി ആ സീൽ ആര് പൊട്ടിക്കാനാ? അല്ല സീല് വെച്ചില്ലേ, ഇനി അത് മാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ ഖുർആൻ, അതാ ഖുർആൻ. അള്ളാന്റെ കലാമ. നിനക്കൊക്കെ കളിക്കാനും ചിരിക്കാനും പരിഹസിക്കാനും ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടിയാന്ന് പറയണ ഖുർആൻ. അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി പോയി. അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ നിന്നെ അള്ള പേര് വെട്ടിക്കളയും. ബാപ്പ പോയി നീ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഖുർആനിന്റെ ഒരായത്ത് കേട്ടാൽ തന്നെ മനുഷ്യൻ നന്നാകും. വയതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ ആയത്ത്. എടോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ മതി, നമ്മൾ നന്നാവും. മഹാനായ ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പഴയ കാലം ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. ഒരാള് വന്നിട്ട് നിന്റെ അയൽവാസിയോട് ചോദിച്ചാൽ നിന്റെ സ്വഭാവം അയൽവാസിക്ക് അറിയാലോ. നിന്റെ അയൽവാസിക്ക് നിന്റെ സ്വഭാവം അറിയാം. അപ്പൊ ഒരാള് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ഒരാള് വന്നിട്ട് പറഞ്ഞു, എടാ ചങ്ങായി, ഉമർ മുസ്ലിമായി കേട്ടോ, ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? പോടാ, എടാ ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, എന്നാലും ഉമർ മുസ്ലിം ആവില്ല. എങ്ങനെ എങ്ങനെ എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ ആര് മുസ്ലിമായെന്ന് വിശ്വസിക്കൂല? ഉമർ മുസ്ലിമായെന്ന് ഞാൻ വിശ്വസിക്കൂല. അപ്പൊ ഉമറിന്റെ സ്വഭാവം എന്താന്ന് ആലോചിക്കേ. ഉമറിന്റെ സ്വഭാവം ചിന്തിച്ചു നോക്കിയേ. ഉമർ പറഞ്ഞു, കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥമെടുത്തു, മുഹമ്മദിന്റെ തലയുമായിട്ട് ഇനി ഞാൻ തിരിച്ചു വരൂ, പോയി വെട്ടാൻ. അപ്പോഴാ ഒരാൾ പറഞ്ഞു, എടാ ആദ്യം പോയിട്ട് സഹോദരിയെ നന്നാക്ക്, പിന്നെ നീ പോയിട്ട് മുഹമ്മദിനെ കൊല്ലാൻ പോകും. തന്റെ കൂടപ്പറപ്പ് ഫാത്തിമ മുസ്ലിമായി വീട്ടിലേക്ക് കയറി ചെന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ചെല്ലുന്നേ. ചെന്ന ഉടനെ എടുത്തിട്ട് അടിച്ചു. ഫാത്തിമാനെ തല്ലി ചതച്ചു. മുഖത്തൂടൊക്കെ രക്തം ഇങ്ങനെ, മൂക്കിലൂടെ വായിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ കൂടപ്പറപ്പല്ലേ, ഒരല്പനേരം ദേഷ്യഭംഗം മാറി, സങ്കടമായി. ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ വന്നപ്പോ നീ എന്തോ പാട്ട് പാടുന്ന കേട്ടല്ലോ, ഒന്ന് പാടാൻ. പറഞ്ഞു, പാട്ടൊന്നുമല്ല, ഞാൻ ഖുർആനാ ഓതിയത്, എന്നാ എനിക്കൊന്ന് താ. ഇല്ല, പോയി കയ്യും കാലൊക്കെ കഴുകിയിട്ട് വാ. മറുപോയി കയ്യും കാലും എല്ലാം കഴുകി തന്റെ കൂടപ്പുറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നു. ഫാത്തിമ ഖുർആൻ എടുത്തിട്ട് സൂറത്തു ത്വാഹ ത്വാഹ മാ അൻസൽനാ, ഒരൊറ്റ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകൾ അങ്ങോട്ട് ഓതിക്കൊടുത്തു. ഉമറിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ആ 3-4 ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. നബിതങ്ങളുടെ മുമ്പിലേക്ക് പോയി. വാളുവെടുത്തിട്ട് വന്നവനാ. നബിതങ്ങളുടെ മുമ്പിലേക്ക് നടന്നുപോയി. ഉമർ വരുന്നത് കണ്ടപ്പോ സഹാബത്തിനൊക്കെ പേടിയാടോ. ഉമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളാ. എല്ലാരും പേടിച്ച് വിറച്ച് നിൽക്ക. മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല തടഞ്ഞങ്ങോട്ട് നിർത്തി. അവിടെ നില്ല്, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ ഇതിനകത്ത് കയറാം. അല്ല നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകില്ല. ഉമർ പേടിച്ചു പോയടോ. ഉമർ പേടിച്ചു പോയി. ഉമർ പറയാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്നെ അങ്ങനെ തടയണേ. പിന്നീട് ചോദിച്ചു, നിനക്ക് ഈ ധൈര്യം എവിടുന്ന് വന്നെന്ന്. അതാ ഈമാൻ ഉറച്ച ധൈര്യമൊക്കെ വരും. ഈമാൻ ഉറച്ച ധൈര്യം വരും. ആ ഉമർ ഇന്ന് കിടക്കുന്നത് എവിടെയാ? നബിതങ്ങളുടെ റൗള ഷരീഫിന്റെ ചാരത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഖുർആൻ ഒന്ന് ഓതി നോക്ക്. നിങ്ങളൊരു ആയത്തെടുത്ത് പാരായണം ചെയ്ത് നോക്ക്. ഒന്ന് ഇരുന്നിട്ട് ആ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന നന്നാവൂല. ആരാ പറഞ്ഞ നന്നാവൂല എന്ന്? എല്ലാവർക്കും നന്നാകാൻ പറ്റും. ഖുർആൻ മാറ്റം വരും. ഖുർആൻ ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ ഫുളൈല്. വലിയ സംഘം. ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവാകാൻ ആ കുട്ടികളൊക്കെ പരിശ്രമിക്കുന്ന. ഓരോ പടം കണ്ടിറങ്ങുമ്പോഴും എനിക്കൊരു ആൾ നേതാവാകണം, അത് ആഗ്രഹം. ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന നല്ല ജിമ്മുള്ള നല്ല ചങ്ങാതിയ, അല്ലാത്ത ആരോഗ്യവാന, ഗുണ്ടത്തലവന ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു പെണ്ണിനെ കൊതിച്ച ഓളെ ബലാത്സംഗം ചെയ്തിട്ടാണെങ്കിലും ആ ആഗ്രഹം സാധിക്കും. അങ്ങനത്തെ ജീവിച്ച ഫുളൈല് ഏതു പെണ്ണിനെയും വളയ്ക്കും. അപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ വളയ്ക്കടാ. നീ ഏത് പെണ്ണിനെയും നീ ബന്ധപ്പെടുമല്ലോ. ഒരു സ്വാലിഹത്തായ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ നീ ഓളെ വളയ്ക്ക്. ഫുളൈൽ ഏറ്റെടുത്തു, ഞാൻ റെഡിയാക്കി തരാം, ഞാൻ കാണിച്ചു തരാം. ആ പെണ്ണിന്റെ പുറകിൽ നടന്നു രാവും പകലും. പക്ഷെ ആ പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അവസാനം ഫുളൈൽ തോറ്റുപോയി.
അവസാനം ഫുലൈൽ പരാജയപ്പെട്ടു. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ പറ്റാത്തത് കാരണം എങ്ങനെയെങ്കിലും അവളെ കീഴ്പ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത ഒരു സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് ഫുലൈൽ അതിക്രമിച്ചു കയറുകയാണ്. വാതില് ചവിട്ടി തുറന്ന് വീടിന്റെ അകത്ത് കയറിയിട്ട് പെണ്ണിനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. ആരുമില്ല, ആരും കാണില്ല. അവസാനം സമ്മതിക്കാതെ വന്നപ്പോ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആരോഗ്യവാനായ ഫുലൈൽ ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ 2 തുടകൾക്കിടയിൽ കാലിന്റെ ചുവട്ടിൽ വിഭജിക്കാനുള്ള തയ്യാറെടുപ്പോട് ഫുലൈൽ പോയിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരുമ്മ ഖുർആൻ ഓതുകയാ. ഒരു വീടിന്റെ അകത്ത് നിന്ന് ഖുർആനിന്റെ ഒരായത്തിങ്ങനെ കേൾക്കുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതുവരെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ബഹളം വെച്ച പെണ്ണുണ്ടല്ലോ, ഈ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ ഫുലൈലിന്റെ മുഖത്തിങ്ങനെ സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണാ ഫുലൈലിന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കുകയാ. പെണ്ണ് കരയുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ഫുലൈലിന് അത്ഭുതമായി. എന്തേ നിലവിളിക്കാത്തത്? എന്തേ എന്നെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നീ കടന്നു ബഹളം വെക്കാത്തത്? ഫുലൈലിനോടാ പെണ്ണ് ചോദിക്കുന്നു. ഫുലൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുലൈലേ? അല്ല ചോദിച്ചത് കേട്ടില്ലേ ഫുലൈലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? ഇതുപോലെ എത്ര പെണ്ണുങ്ങളെ ചെയ്തതാ, എത്ര ആസ്വദിച്ചടാ ഫുലൈലേ? നീ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തില്ലേ ഫുലൈലേ? നന്നാകാൻ തോന്നുന്നില്ലേടാ? ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഫുലൈൽ ഇബ്നു ഇയാദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ